ഇപ്പോൾ നിൽക്കുന്നത് എളമക്കര പോലീസ് സ്റ്റേഷൻ മുൻപിലാണ്. ഹോസ്റ്റൽ വാടകയ്ക്ക് നൽകാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടര് ഹോസ്റ്റൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കുകയും എന്നാൽ ഒരാഴ്ചക്കുള്ളിൽ അത് ഇവർ പോലും അറിയാതെ മറ്റുള്ളവർക്കും നൽകുകയും ചെയ്തു. ഇതൊരു ചീറ്റിംഗ് കേസാണ്. 50,000 രൂപയാണ് മാറ്റി നൽകിയിരിക്കുന്നത്. ഇതിന്റെ കൃത്യമായിട്ടുള്ള വിശദം നമുക്കറിയാം. പിന്നെ അറിയാം, ഞങ്ങള് ഹോസ്റ്റൽ എടുക്കുന്ന ടൈമിൽ ആദ്യം ഇവരുടെ കയ്യിൽ ഇവർക്ക് പൈസ 50,000 രൂപ കൊടുത്തായിരുന്നു. 50,000 രൂപ കൊടുത്ത് അതിൽ 40,000 രൂപ വന്നിട്ട് അവരുടെ കയ്യിലാണ് കൊടുത്തത്. അന്ന് അക്കൗണ്ട് സെർവർ ഡൗൺ ആയതുകൊണ്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പം 50,000 രൂപ അവരുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് 10,000 രൂപ ബ്രോക്കറുടെ ഇതിൽ ഗൂഗിൾ പേയിൽ അയച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ അതിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ 40,000 രൂപയുടെ ഒന്നും ഇല്ലായിരുന്നു. ഈ എഗ്രിമെന്റ് അത് ഫസ്റ്റ് ടൈം ഈ എഗ്രിമെന്റ് ഇതാക്കാൻ വേണ്ടി ചെന്നപ്പോഴായിരുന്നു. ഈ എഗ്രിമെന്റിൽ സൈൻ ഇടാന്ന് പറഞ്ഞായിരുന്നു അവർ വിളിപ്പിച്ചത്. അപ്പോൾ അതിന് വിളിപ്പിച്ചപ്പോഴത്തേനും എന്റെ ഹസ്ബൻഡ് ചെന്ന്, അപ്പം ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് എനിക്ക് യാത്ര ചെയ്യാൻ 7 മാസമായി. അപ്പം എനിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ടും കൂടായിരുന്നു ചെന്നത്. ഇവരുടെ ഹോസ്റ്റലിൽ ചെന്നിട്ട് ഹോസ്റ്റലിൽ കാണുകയും അവർ പണി ചെയ്ത് അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ വന്ന് താഴെ വന്ന് പൈസയുടെ ഇത് പറഞ്ഞപ്പോഴാണ് സെർവർ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കിയപ്പോൾ സെർവർ ഡൗൺ എന്ന് കാണിച്ചത്. അപ്പോഴത്തേനും ഞങ്ങൾ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നാളെ വന്ന് ക്യാഷ് എടുത്തിട്ട് നമ്മൾ ചെയ്യാം. അപ്പോൾ എഗ്രിമെന്റ് ഇതിലൊരു 6ാമത്തെ ഇത് വന്നിട്ട് തെറ്റുണ്ടായിരുന്നു. അത് ഫാമിലിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. നമ്മുടെ ഇതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ഇതിൽ ഫാമിലിയെ മാത്രം എടുക്കാൻ പറ്റൂ, ഹോസ്റ്റലിലെ പിള്ളേരെ എടുക്കാൻ പറ്റൂല എന്ന് അങ്ങനെയുള്ള രീതിയിൽ ഒരു ഓപ്ഷനായിരുന്നു കൊടുത്തേ. അപ്പൊ അത് ഈ എഗ്രിമെന്റ് മാറ്റി എഴുതണമെന്ന് പറഞ്ഞ്, അപ്പൊ അത് മാറ്റി എഴുതുമ്പോൾ 40,000 രൂപ ഞങ്ങൾ ആ ഫുള്ള് 1,65,000 രൂപ കൊടുത്തേക്കാന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് ഇത് വന്നിട്ടുണ്ട് കാർത്തികേ, കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, 40,000 രൂപ നീ താന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴത്തേനും എന്റെ ഹസ്ബൻഡ് പെട്ടെന്ന് വണ്ടിയിൽ പോയി 40,000 രൂപ ATM നിന്ന് എടുത്തിട്ട് വന്ന് കൊടുത്തപ്പോഴേ പറഞ്ഞു എഗ്രിമെന്റ് ചെയ്യുന്നില്ല, പിന്നെ എന്ത് വിശ്വസിച്ച് തരും. അപ്പോൾ ഞാൻ കോൾ ചെയ്തിട്ട് പറഞ്ഞു വേണ്ട ഇങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ കേട്ടതാ, 40,000 രൂപ തന്നെന്നുള്ളത് തന്നേക്ക് കാർത്തികേ, പ്രശ്നമില്ല, നീ ഞങ്ങളെ വിശ്വസിച്ചോ, ഞാൻ നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ ഈ എമൗണ്ട് തിരിച്ചു തരൂ എന്ന് ഇവർ പറഞ്ഞതാ ഞങ്ങളുടെ അടുത്ത്. എന്നിട്ട് ഇവർ പറഞ്ഞു അന്ന് ഇവർക്ക് കൊടുത്തു പൈസ. ഞങ്ങൾ അന്ന് തന്നെ ഇതിൽ സൈൻ ചെയ്യിച്ചില്ല, ഇതും കൊണ്ട് പൊക്കോളാൻ പറഞ്ഞ്. ഈ എഗ്രിമെന്റ് കയ്യിൽ വെച്ചോ, പക്ഷെ ഇത് സൈൻ ചെയ്തിട്ടില്ല, ഇത് നിങ്ങൾ കൊണ്ടുപോക്കോന്ന് പറഞ്ഞ്. എന്നിട്ട് ഞങ്ങൾ ഇതും കൊണ്ട് ഹസ്ബൻഡ് വീട്ടിൽ വന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു പെയിൻ വന്ന്, ഒട്ടും വയ്യായിരുന്നു. അന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പൊ കുറെ പേര് നമ്പറുകളിലും ഒക്കെ വിളിക്കുന്നുണ്ട്, അത്രയ്ക്ക് ഓട്ടമായിരുന്നു. അപ്പോ എടുക്കാൻ പറ്റിയില്ല. അന്നേരത്തേനും ഇവർ കുറെ ഇത് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. മെസ്സേജ് ഒന്നും അന്ന് വാട്സപ്പിൽ കയറിയിരിക്കാനോ ഒന്നും പറ്റിയില്ലായിരുന്നു. അപ്പൊ ഞാൻ പറയട്ടെ, ഇവര് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന കാരണം കൊണ്ടാണോ ഇപ്പൊ ഇത് മാറ്റി ഇങ്ങനെ രീതിയിലാക്കിയത്? അതുകൊണ്ടിട്ടാണ് ഇവരിങ്ങനെ ചെയ്തത്. ഇവർ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 40,000 രൂപ നമ്മൾ കൊടുത്തതിന് ഒരിതുമില്ല, അവർ തന്നിട്ടില്ല എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അല്ലാണ്ടുള്ള എഗ്രിമെന്റ് ഒന്നും നമ്മുടെ കയ്യിലില്ല, ഒരു എഗ്രിമെന്റും ഇല്ല. ഇത് മാത്രം കയ്യിലുണ്ട്, ഞങ്ങളുടെ കയ്യില് ആകെ ഇത് മാത്രം ഉണ്ട്. പക്ഷെ ഞങ്ങൾ കയ്യിൽ കൊടുത്ത ബ്രോക്കർമാരുണ്ട്. ഈ ബ്രോക്കർമാര് അവരാരും ഇല്ല ഇതിന്റെ കൂടെ. അവരെ വിളിച്ചപ്പോ കുട്ടൻ എന്ന് പറയുന്ന ഒരാളാണ്. അവരെ വിളിച്ചപ്പോഴത്തേനും ആള് പറയുന്നത് ഞങ്ങൾക്കറിയത്തില്ല, വേണമെങ്കിൽ നിങ്ങൾ ഓണറുമായിട്ടാ ഡീലിങ്, അങ്ങനെ ചെയ്തോ, പൈസ കൊടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടൻ പൈസ കൊടുത്തത് കണ്ടായിരുന്നോ? അപ്പൊ പറഞ്ഞു 40,000 രൂപ കാർത്തിക്ക് കൈ കൊടുക്കുന്ന ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതേ ദിവസം ഇവര് വേറൊരാൾക്ക് ഇത് കൊടുക്കുന്നത് അന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നപ്പോഴത്തേനും ഹസ്ബൻഡ് ഈ സ്ത്രീയെ വിളിച്ചു. അവരുടെ പേര് സുനു എന്നാ. ഈ ഹോസ്റ്റലിന്റെ ഓണറെ വിളിച്ചപ്പോഴത്തേനും ഇവർ ഫോൺ എടുത്തില്ലായിരുന്നു. അപ്പൊ നേരെ ബ്രോക്കറെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്, അപ്പോ എനിക്കിപ്പം ഞാൻ ഓക്കെയാണ്, ഞാൻ വരട്ടെ, ഹോസ്റ്റലിന് പൈസ തരാന്ന് പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത്, അതേ കാർത്തികേ, ഞങ്ങളത് ഹോസ്റ്റലിൽ അവര് വേറെ ആൾക്ക് കൊടുത്തു എന്ന് ഞങ്ങളോട് പറയുന്നത്. എന്നിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെ അന്നേരം വിളിച്ചപ്പോഴൊന്നും ഇവരും കോൾ എടുക്കുന്നില്ല. അപ്പൊ ഞാൻ എന്റെ ഫോണിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ കാർത്തിക്കിന്റെ വൈഫാ, അപ്പോ ചേച്ചി എന്താ ഫോൺ എടുക്കാത്തത്? ഇത് എന്റെ കയ്യിൽ വോയിസ് ഉണ്ട്, ഞാൻ അയച്ച വോയിസ് ഉണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞ് എന്താ ചേച്ചി ഫോൺ എടുക്കാത്തെന്നുള്ളത് പറഞ്ഞപ്പോഴത്തേനും
അവരെന്നോട് പറഞ്ഞത് ഞാൻ കോള് ചെയ്യാം, ഞാൻ വീണ്ടും വിളിച്ചു. എന്നിട്ട് കോള് ചെയ്തപ്പോഴത്തേനും ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞ് നീ ഭാര്യയാണെന്നുള്ളതിന് തെളിവ് വേണമെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. നീ ഭാര്യയാണെന്നുള്ളതിന്റെ തെളിവ് വേണം. ആരാ പറഞ്ഞു ഈ കേസിലെ പരാതിക്കാരിയായിട്ടുള്ള? അല്ല, ഇതിന്റെ ഓണറ് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് പറയുക, നീ ഭാര്യയാന്നുള്ളതിന്റെ തെളിവെന്താ, എന്നിട്ട് നീ സംസാരിക്ക്, നിന്റെ ഭർത്താവാണ് എന്നോട് ചതി ചെയ്തത്, ഞങ്ങൾ ഇനി നിങ്ങൾക്ക് എമൗണ്ട് ഞങ്ങൾ തരുന്നില്ല, പിന്നെ 50,000 രൂപയുണ്ട്, 50,000 വേണോന്ന് പറഞ്ഞപ്പോ പറഞ്ഞ 40,000 രൂപയ്ക്ക് തെളിവില്ലല്ലോ, ഞങ്ങളിപ്പോ തരുന്നില്ല, പിന്നെ 10,000 രൂപയുടെ തെളിവല്ലേ നിങ്ങളുടെ കയ്യിലുള്ളത്, അതും ഞങ്ങൾക്ക് തരാൻ മനസ്സില്ല, എന്താന്ന് വെച്ചാൽ പോയി ചെയ്യാനെന്ന് പറഞ്ഞു. ഈ പരാതിക്കാരുടെ പേരെന്താണ്? സുനു. അവരുടെ ഫോട്ടോയോ വല്ലതും നമ്മുടെ കയ്യിലുണ്ടോ? ഒന്ന് കാണിക്കാമോ? ഫോട്ടോ കാണിച്ചു. എന്നിട്ട് ഞങ്ങള് 24-ാം തീയതിയാണ് ഇവിടെ കംപ്ലൈന്റ്, എളമക്കര പോലീസ് സ്റ്റേഷനിൽ 24-ാം തീയതി കംപ്ലൈന്റ് കൊടുക്കാനായിട്ടാണ് വരുന്നത്. അന്ന് ഇവിടെ ഉള്ള സാറ് CI ആണോ SI ആണോ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോ ഞങ്ങൾ നൈറ്റാണ് വരുന്നത്. അപ്പോ വന്നപ്പോഴത്തേനും ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് എന്നോട് ആദ്യം ഈ സാറ് വിളിച്ച് ഇതാരാന്ന് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു എന്റെ വൈഫ്. അപ്പോ ഏട്ടന്റെ അടുത്ത് പറഞ്ഞ് എന്താ നീയും അവരും തമ്മിലല്ലേ ഡീലിങ്, അപ്പൊ പിന്നെ നീ വന്നാ പോരെ, എന്തിനാ നീ വൈഫിനെ കൂട്ടിയിട്ട് വരുന്നത്, വൈഫ് വന്നാലേ ഇത് ഡീൽ ചെയ്ത് തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഞാൻ മാറി ഇവിടെ പുറത്തു നിൽക്കുമായിരുന്നു. എന്നിട്ട് ആദ്യത്തെ ദിവസം വന്നപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു ഞങ്ങളോട് പെരുമാറി. പരാതി കൊടുത്ത എത്രാം തീയതി ആയിരുന്നു? 24-ാം തീയതി. 24-ാം തീയതി മുതൽ ഇന്ന് വരെ ഈ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി നടക്കുമായിരുന്നു. ഇന്ന് വന്നപ്പോഴാണ് ആദ്യം ഫസ്റ്റ് ടൈം വന്നപ്പോ പറഞ്ഞത് ഇവര് പോയി എന്നുള്ളതാ പറഞ്ഞത്. ആദ്യം റൂബൻ എന്ന് പറയുന്ന ഒരു സാറായി ഇന്ന് ഞങ്ങളെ വിളിക്കുന്നത്. റൂബൻ എന്ന് പറയുന്ന സാറ് വിളിച്ചിട്ട് ഇത്രയും നേരം ഇവരെ വെയിറ്റ് ചെയ്ത് ഇതിന് എന്തെങ്കിലും മര്യാദയുണ്ടോ, ആദ്യം ഞങ്ങളോട് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. വളരെ മോശമായിട്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചത്. ആ 24-ാം തീയതി തൊട്ട് ഒരു തിങ്കൾ പറഞ്ഞു. ആദ്യം 24-ാം തീയതിയിലേ വന്നപ്പോ ഒരു തിങ്കളാഴ്ച ഇവരെത്തും എന്നുള്ളത് പറഞ്ഞു. ഫസ്റ്റ് ടൈം ഞങ്ങൾ വിളിച്ചോണ്ടിരിക്കുക, കോൾ ചെയ്തോണ്ടിരിക്കുക, സാറേ ഞങ്ങളുടെ കേസ് എന്തായി. അപ്പൊ പറഞ്ഞു അവരെ വിളിച്ചിട്ടുണ്ട്, അവരിങ്ങനെ ഡേറ്റ് പറഞ്ഞിരിക്കാന്ന്. പിറ്റേ ദിവസം ആവുമ്പോഴും ഇതേ അവസ്ഥ. ഞങ്ങൾ വിളിച്ച് നിന്നിട്ട് ഒരു ദിവസം ഞങ്ങൾ വന്ന് 24-ാം തീയതി ആദ്യം പരാതി കൊടുത്തിട്ട് പിന്നെ അടുത്ത തിങ്കളാഴ്ച ഞങ്ങൾ വന്നപ്പോ, ഞായറാഴ്ചയാണ് വന്നത്, അന്ന് രാത്രിയായിരുന്നു. വന്നപ്പോ സാറ് പറഞ്ഞു ഇതിനെയും കൂട്ടിയിട്ട് നിന്നോട് വരില്ലെന്ന് പറഞ്ഞില്ലേന്ന് പറഞ്ഞിട്ട് വേറൊരു സാറ് വന്നിട്ട് പറഞ്ഞു പ്രഗ്നന്റ് അല്ലേ, അകത്ത് കയറിയിരുന്നോ എന്ന് പറഞ്ഞ്. അപ്പോഴത്തേനും അന്നേരം ഞാൻ അപ്പം വേറൊരു സാറ് പറയുന്നത് ഇതിനെയും കൂട്ടി നിന്നോട് വരില്ലെന്നല്ലേ പറഞ്ഞ്, നിന്റെ ഭാര്യ വന്നാലേ ഞങ്ങൾ കേസ് എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഞങ്ങൾ ചെയ്ത് പരിഹരിച്ചു തരും. അങ്ങനെയൊക്കെയായിരുന്നു ആദ്യം ഫസ്റ്റ് ടൈം പറഞ്ഞത്. എന്നിട്ട് ഞാൻ ഇവിടെ അകത്ത് കയറി ഇവിടെ ഇരിക്കുമായിരുന്നു. ഇരുന്ന് കഴിഞ്ഞ ആ സാറ് പറഞ്ഞ അടുത്ത ഇതിന് പിറ്റേ ദിവസം ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരു തിങ്കൾ വെച്ചു. അന്ന് ആ തിങ്കള് ഞങ്ങൾ വന്നിട്ട് എന്റെ കാർ അവിടെ ഒതുക്കിയിട്ടിട്ട് ഞാൻ ഇറങ്ങിയില്ല, പേടിച്ചിട്ട് ഞാൻ ഇറങ്ങിയില്ലായിരുന്നു. ഇനി എന്തെങ്കിലും ഈ സാർ പറയുമ്പോ ഹസ്ബൻഡ് എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാ പിന്നെ അതെന്തെങ്കിലും ആയിട്ട് ഇവനെ തന്നെ ഇവന്റെ അടുത്ത് മോശമായിട്ടായിരുന്നു ആദ്യം എല്ലാവരും നിന്നത്, അതിന് ആണായിട്ടാണോ എന്താന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെ ഒരു രീതിയിലാണ് നിന്നത്. അപ്പോഴത്തേനും ഞാൻ കാറിലിരുന്ന് ആളിറങ്ങി ഇവിടെ നടന്നു വന്ന് കുറെ നേരം, അന്ന് വന്നത് തന്നെ ഒരു 4 മണി 4:30 ആ ടൈമിലാണ് ഹസ്ബൻഡ് ഇവിടെ വരുന്നത്. ഞാനപ്പോ കാറി ഒറ്റയ്ക്ക് ഇരിക്കുക, ഇതായിട്ട് ഇനി ഒറ്റയ്ക്ക് എന്തായാലും ആളെ പുറത്തോട്ട് വിടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അവിടെ കുത്തിപ്പിടിച്ചിരിക്കുക കാറിനകത്ത്. എന്നിട്ട് ഞാൻ വിളിക്കുന്നുണ്ട് എന്തായി. അപ്പൊ ഒരു ഹസ്ബൻഡിന്റെ വൈഫോ എന്തോ വന്നു, ആ പ്രശ്നം അവിടെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയെന്നാ പറഞ്ഞു. അപ്പൊ ആ സാർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു എടാ നിന്റെ പ്രശ്നം പരിഹരിച്ചു തരാം, അവരെ വിളിക്കാൻ. അപ്പൊ ഇതിലൊരു വേറെ സാറ് ഇതിന്റെ ഓണറെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഓരോ തിങ്കളാക്കിക്കൊണ്ടിരിക്കുകയല്ലേ, ഇനി പറ്റത്തില്ല, ഈ തിങ്കൾ ചെയ്തു തരണം, മര്യാദയ്ക്ക് വന്നോണോ ഇല്ല അവിടെ വന്ന് പൊക്കോ എന്നൊക്കെ പറഞ്ഞായിരുന്നു. ആദ്യം ഇവരോട് പറഞ്ഞു, ഇതിന്റെ ഓണറോട് പറഞ്ഞു അവിടെ വന്ന് പൊക്കോ എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അവര് പറഞ്ഞില്ല ഇനി അടുത്ത തിങ്കളെ വരാൻ പറ്റും, അതാണ് ഇന്ന് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഈ തിങ്കള പറഞ്ഞത്. എന്നിട്ട് ഞങ്ങള് ഇവിടെ ഒന്ന് കുറെ നേരം വെയിറ്റ് ചെയ്ത് ഇവിടെ നിന്ന് അത് കഴിഞ്ഞ് ഹസ്ബൻഡ് വന്ന് ആ സാറിന് വേറെന്തോ ആക്സിഡന്റ് കേസ് പറ്റി, ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് അതിന് പോണം, അത് കഴിഞ്ഞിട്ടേ ചെയ്യത്തുള്ളെന്ന് പറഞ്ഞ്. എന്നിട്ട് പോയി. ഞങ്ങൾ വീട്ടിൽ ചെന്നു. ഇന്ന് രാവിലെ റൂബൻ എന്ന് പറയുന്ന ഒരു സാറ് ഞങ്ങളെ വിളിച്ച് കോൾ ചെയ്ത. ഹസ്ബൻഡിന് ഫോൺ എടുക്കാൻ പറ്റിയില്ല. ഫോൺ എടുക്കാൻ പറ്റാതെ വന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാതെ വന്ന് എന്നിട്ട് തിരിച്ചു വിളിച്ചപ്പോഴത്തേനും വോയിസ് അയച്ച് സാറ് പറഞ്ഞ് ഇന്ന് അവര് വന്നിട്ടുണ്ടായിരുന്നു, അവര് വെയിറ്റ് ചെയ്തിരിക്കുക, നിങ്ങൾ ഇത് എവിടാന്നൊക്കെ ചോദിച്ച്. അപ്പോഴത്തേനും പറഞ്ഞു സാറേ ഇത് അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് സംഭവിച്ചായിരുന്നു,
അപ്പൊ അതിന്റെ ഇതിൽ 2 ദിവസം ഞങ്ങൾ ബുദ്ധിമുട്ടി. അപ്പൊ ഞാൻ കാറിലുണ്ടായിരുന്നു. എനിക്ക് സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്ക് ഫോൺ എടുക്കാൻ പറ്റാതെ വന്നത്. അന്നേരത്തേനും ഈ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, നിനക്കെന്താ ഒരു മര്യാദയില്ലേ, അതൊരു സ്ത്രീയല്ലേ, അവിടെ വന്ന് ഇരിക്കുവല്ലായിരുന്നു അവര്, നീ എന്താ ഇങ്ങനെ ചെയ്തത്, ഇങ്ങനെയൊക്കെയാ സംസാരിച്ചത്, നീ എന്തിനാ ഇങ്ങനെ കാണിച്ചു, ഇത്രയും നേരം അവര് വെയിറ്റ് ചെയ്ത് നിൽക്കുവല്ലായിരുന്നു. ശരി സാറേ ഇപ്പൊ വരുമെന്ന് പറഞ്ഞു. ഇവിടുത്തെ വനിതാ പോലീസുകാർ വരെ മോശമായിട്ടുള്ളതാണോ അത് സംസാരിച്ചത്? അതെ അതെ. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു അഡ്വക്കേറ്റിന് കൊടുക്കണമെങ്കിൽ റെസിപ്റ്റ് വേണം, പരാതി സ്വീകരിച്ചതിന്റെ റെസിപ്റ്റ് വേണമെന്ന്. അപ്പൊ ആ റെസിപ്റ്റ് മേടിക്കാൻ വേണ്ടി വന്നപ്പോ ആളുടെ കസിൻ ഉണ്ടായിരുന്നു, കസിൻ സിസ്റ്റർ. ആള് വന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ കയറരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പുറത്ത് 1 മണി തൊട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. 1 മണി മുതൽ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇരിക്കാൻ കൂടി അവിടെ സ്ഥലമില്ല. ഇവിടെ വേണേ വന്ന് ഇരിക്കാം, പക്ഷെ പേടിച്ചിട്ട് ഇനി ആ സാർ ഇറങ്ങി വരുമ്പോ എന്തെങ്കിലും പറയുമോ എന്നുള്ളത് പേടിച്ചിട്ട് ഞാൻ വിചാരിച്ച് വേണ്ട നിൽക്കാണ്. അപ്പൊ ആദ്യം ഞങ്ങളെ പറഞ്ഞു വിട്ട്, നിങ്ങളുടെ കേസ് ഇല്ല, അത് കോടതി വിട്ടോളാം. ഇവര് വന്നപ്പോ ഇവര് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോ അവര് പറയുന്നത് വെച്ചിട്ട് കോടതി വിട്ടോളാൻ പറഞ്ഞ്, അപ്പൊ നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട, കോടതിക്ക് പോക്കോ, വക്കീലിനെ പോയി കണ്ടോളാനെന്ന് പറഞ്ഞു. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ റെസിപ്റ്റ് വേണമെന്ന് പറഞ്ഞായിരുന്നു. ആ റെസിപ്റ്റ് വാങ്ങാൻ ഇവിടെ വന്നപ്പോ ആദ്യം ഒരു വനിതാ പോലീസായിരുന്നു ഇവിടെ ഇരുന്നത്. പുള്ളിക്കാരി എന്റെ ഇവിടെ ഇല്ല, രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ ഇല്ലാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ സ്ലിപ്പ് മേടിക്കാൻ ഇവിടെ ഇത് മേടിക്കാൻ വന്നിരിക്കുന്നത്, ആദ്യം തരുത്തില്ല എന്ന് തന്നെ വനിതാ പോലീസ് പറഞ്ഞു. അപ്പോഴത്തേനും പറഞ്ഞ്, അപ്പൊ എന്റെ സിസ്റ്റർ ചോദിച്ചു അതിന്റെ വോയിസ് എന്റെ കയ്യിലുണ്ട്, ആള് അതൊന്ന് കേൾപ്പിക്കാ വോയിസ്. അത് ഏകദേശം ഒരു ക്ലിയർ ഉണ്ട്, കേൾക്കാൻ. ഈ ഇവര് പ്രതിയായിട്ടുള്ളവര് അവർ എന്തെങ്കിലും വോയിസോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് കേൾക്കും. ഹലോ, താനെന്നെ ഭാര്യയെ വിട്ടങ്ങ് പേടിപ്പിക്കുവാണോ? എന്നാ പിന്നെ ഗുണ്ടകളെ വിട്ടങ്ങ് പേടിപ്പീര്. ഞാൻ എന്നെ അങ്ങ് പേടിച്ചു പോവെന്ന് വിചാരിച്ചോ? താൻ എത്ര നാൾ എന്റെ ഫോൺ എടുക്കാതിരുന്നു? ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും താൻ എടുക്കുന്നുണ്ടോ? അപ്പൊ ഇപ്പൊ തന്റെ ഫോൺ എടുക്കാതെ വന്നപ്പോഴത്തേക്കിന് തനിക്കങ്ങ് വലിയതായിട്ട് അങ്ങ് പൊള്ളിയല്ലേ? എന്നാ പിന്നെ ഇതിന്റെ രണ്ടിലൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. അത്രയ്ക്ക് നമ്മളെ അങ്ങ് മൂപ്പിക്കാൻ നിൽക്കാതെ, ഞാൻ നിങ്ങൾക്ക് പൈസ തരുമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അത് അത്രയും പെട്ടെന്ന് അങ്ങ് തന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഏതാണ്ട് അങ്ങ് ചെയ്ത് ഒലത്തിക്കളയുമെന്നൊക്കെ പറഞ്ഞല്ലോ. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. നിങ്ങൾ എന്താന്ന് വെച്ചാ ബ്രോക്കറുമായിട്ട് തീരുമാനിച്ച് ആക്ക് കേട്ടോ. പിന്നെ ഭാര്യയെ വിട്ട് പേടിപ്പിക്കാനായിട്ട് നാണമില്ലേടോ എനിക്ക്. സ്റ്റേഷനിലുണ്ട്, അവരെ അകത്ത് കയറ്റിയിരിക്കാം. അവര് പറയുന്നത് കേസിന് പൊക്കോളാം, ഇവ FIR ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ റെസിപ്റ്റ് ചോദിച്ചതിന് ശേഷമാ ഇപ്പൊ ഉള്ളി കയറ്റിയാണെങ്കിലും സംസാരിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്തത്. നമ്മുടെ ആവശ്യം ഞങ്ങൾക്ക് 50,000 രൂപ തിരിച്ചു വേണം. അവര് തരില്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ഭർത്താവ് അവര് ഇപ്പോഴും പറയണത് തരാൻ പറ്റിയല്ല, കേസാണെങ്കിൽ കേസിലോട്ട് പൊക്കോ എന്നാണ് പറയണത്. കാര്യം പേടിയില്ല എന്നാ പറയുന്നത്. ന്യൂസിൽ പോയാലും എങ്ങനെ പോയാലും അവർ തരില്ല എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. അവർക്ക് എന്തോ 38,000 രൂപയുടെ ചെലവ് വന്നെന്നോ. പക്ഷെ അത് അവര് അങ്ങനെ ചെലവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കും. അപ്പൊ നമ്മൾ തന്നെ നമുക്കല്ലേ തരേണ്ടത് ബിൽഡിങ്, അതവര് ചെയ്യുന്നില്ല. അവരത് വേറെ കൊടുക്കും. ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസ ഇല്ലാതെ ഞങ്ങൾ ഇത് കേറി ഇറങ്ങി നടക്കുക. ഈ വയറ് വെച്ച് ഞാൻ അവിടെ 1 മണി തൊട്ട് നിൽക്കുക ഇന്ന്. എന്നിട്ട് ഇത് റെസിപ്റ്റ് ചോദിക്കുമ്പോഴാണ് ഇനി സാറാണെങ്കിലും വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. പിന്നീട് നല്ല രീതിയിൽ എല്ലാവരും സംസാരിക്കുന്നു, ഒന്നെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്ക. അപ്പൊ ആ സാറ് പറയുന്നുണ്ട് പൈസ കൊടുത്ത് ഇത് ചെയ്തേക്ക്. കാരണം അവർക്കറിയാം FIR ഇട്ട് കോടതിയിൽ പോയാൽ അങ്ങനെ നീണ്ടു പോകും, അവർ പറയുന്ന ഇതിൽ വരും, അങ്ങനെയുള്ള ഒരു രീതി ഉള്ളത് കൊണ്ടായിരിക്കാം നമുക്ക് നമ്മൾ കൊടുത്ത 50,000 രൂപയ്ക്ക് വിലയില്ല. അതാണ് എന്നെ ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒന്നിന് 1 രൂപ കയ്യിലില്ല. ഇത് ഇവര് വെച്ചോണ്ടിരുന്നിട്ട് നമ്മളെ പൊട്ടനാക്കുന്ന മാതിരിയാ. രാവും പകലും ഇല്ലാതെ ഇതേ കൂട്ടുകണക്കെ ഇങ്ങനെ കയറ്റി ഇറക്കി ഇങ്ങനെ തന്നെ വെച്ചോണ്ടിരിക്കുക. 7 മാസം ഗർഭിണിയായ യുവതിയുടെ ഇതാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ എളമക്കര പോലീസ് സ്റ്റേഷനിലോട് ലഭിക്കണം, അവർക്ക് നീതി ലഭിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. ക്യാമറാമാൻ രാജീവ് വായ്പറമ്പിനൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി വിഷ്ണുപ്രിയ.